ഹായ് ഷമീം സാറാണ്. മാഷ് എന്തിനെന്ന് വന്നതെന്നറിയോ? മക്കൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ വേഗം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് മാഷ് ഓടി വന്നത്. എന്തിനെ കുറിച്ചാണെന്നറിയോ? എക്സാം ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. മാഷ് അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടോ? എന്തെങ്കിലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പൊ തന്നെ വീഡിയോ അയച്ചെടുക്കാനും ആരും മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി മാഷ കാര്യം പറഞ്ഞു തരട്ടെ. ഇതേ മാഷ് എന്താ ഇവിടെ എഴുതിയത്? Answer any 6 activities out of the 8 activities given. അത് എന്തിനെ കുറിച്ചാണെന്നറിയോ? ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ എഴുതിയിട്ടുണ്ടാവും. അതെന്താ പറയുന്നത് അറിയോ? 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക് എക്സാമിന്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 6 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അത് സന്തോഷ വാർത്തല്ലേ? ഏതെങ്കിലും 2 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ പഠിച്ചാലോ? ഏതൊക്കെ ചാപ്റ്ററിന് എത്ര ആക്ടിവിറ്റീസ് വീതം വരും അതറിയണ്ടേ? ഇതേ മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ആഡിങ് ആംഗിൾസ്, കോണുകൾ ചേരുമ്പോൾ എന്നല്ലേ. അതിൽ നിന്ന് എത്ര ആക്ടിവിറ്റി വരിക നോക്കി. അതിൽ നിന്ന് ഒരു ആക്ടിവിറ്റി എക്സാമിന് വരുള്ളൂ. പിന്നെ അടുത്ത ചാപ്റ്റർ നോക്കിക്കേ. അടുത്ത ചാപ്റ്ററിന്റെ പേരെന്താ? പാരലൽ ലൈൻസ്, സമാന്തര വരകൾ അല്ലേ. പാരലൽ ലൈൻസ് ചാപ്റ്റർ 2. അതിൽ നിന്ന് എത്ര ആക്ടിവിറ്റീസ് വരും നോക്കിയേ. 1, 2, പിന്നെ 3 ആക്ടിവിറ്റീസ് ആ ചാപ്റ്ററിന് വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിക്കേ. അതിൽ നിന്ന് എത്ര ആക്ടിവിറ്റീസ് വരും നോക്കിക്കേ. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? അൺചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. അതിൽ നിന്ന് 2 ആക്ടിവിറ്റീസ് വരും. അതേപോലെ നാലാമത്തെ ചാപ്റ്റർ നോക്കിക്കേ. ഏതാ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ആവർത്തന ഗുണനം. അതിൽ നിന്നും 2 ആക്ടിവിറ്റീസ് വരും. നോക്കിക്കേ, ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിലുള്ള എല്ലാ ചാപ്റ്ററും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയൂ, ആദ്യത്തെ ചാപ്റ്റർ കണ്ടോ, അതിൽ നിന്ന് ഒരു ആക്ടിവിറ്റിയിലേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മക്കൾ അത് ഒഴിവാക്കും. പക്ഷേ ആദ്യത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ഉൾപ്പെട്ടിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഇതേ മാഷി രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കൂട്ടത്തിൽ എഴുതിയത്. രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് 3 എണ്ണം ഇല്ലേ. അത് എഴുതണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററും കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ മാഷ് അതിൻ്റെയൊക്കെ ലൈവ് ചെയ്തിരുന്നില്ലേ. നമ്മുടെ സൈലത്തുള്ള എല്ലാ മക്കളും ലൈവൊക്കെ കണ്ടാ പഠിച്ച് സെറ്റായിട്ടിരിക്കുമായിരിക്കും. അതേപോലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. മാഷ് എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെഗാ മാരത്തോണും തരും കേട്ടോ. അതോടുകൂടി നമുക്ക് എല്ലാവർക്കും എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നാലാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ പറയേണ്ട ആവശ്യമില്ലല്ലോ. 3 ആക്ടിവിറ്റി കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവുണ്ടോ. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതിലുള്ള ഒരു ചാപ്റ്ററും ഒഴിവാക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ നല്ലോണം പഠിച്ച ചാപ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടുപോകില്ലേ. നോക്കിയേ, ചിലപ്പോൾ നിങ്ങൾ മൂന്നാമത്തെയോ നാലാമത്തതോ ആയിട്ടുള്ള ചാപ്റ്റർ ഒഴിവാക്കി വിട്ടാലേ അതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയാതാവും. അത് പറ്റരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ മക്കളും എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് എക്സാമിന് മുമ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് ഓടി വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് ഇനിയും ഓടി വരണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. മാഷ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.